ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ മിൽമയിൽ വന്നിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം. മിൽമയ്ക്ക് കീഴിൽ കേരളത്തിൽ ഏറ്റവും പുതിയ ജോലി ഒഴിവ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ മാർക്കറ്റിംഗ് കൺസൾട്ടൻസ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ കേരള സർക്കാരിന്റെ തന്നെ CMD വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ വഴി അപേക്ഷ നൽകണം. അവസാന തീയതി എന്നത് ഒക്ടോബർ 20 ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം. മിൽമയിൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസ് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവ് ഒരെണ്ണം മാത്രമാണ്. KCMMFസിന്റെ പട്ടത്തുള്ള ഹെഡ് ഓഫീസിലായിരിക്കും നിയമനം നടക്കുക. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം നടക്കുക. ആവശ്യത്തിനനുസരിച്ച് ഇത് 1 വർഷം കൂടി നീട്ടിക്കിട്ടാനുള്ള ചാൻസും കൂടിയുണ്ട്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 1 വർഷമാണ് കരാർ അടിസ്ഥാനത്തിൽ, പക്ഷേ കൂട്ടിക്കിട്ടാൻ വീണ്ടും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. യോഗ്യത എന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ MBA അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുള്ള തത്തുല്യ യോഗ്യത വേണം. ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് വിപണിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ മാനേജറിയൽ പൊസിഷനിൽ ജോലി ചെയ്തിട്ടുള്ള 10 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഈ ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം. തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിദിനം 4000 രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ്. കൂടെ TA DA ആനുകൂല്യങ്ങളും ഉണ്ടാകുന്നതാണ്. ശമ്പളത്തിന് പുറമെ TA DA ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ളവർ കേരള സർക്കാർ CMD വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്ന് മിൽമ റിക്രൂട്ട്മെന്റ് നൽകിയിട്ടുണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷൻ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സൈഡായിട്ട് അപ്ലൈ നൗ എന്ന ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, ബൈ.